ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. നമസ്തേ സജ്ജനങ്ങളെ, അനന്തപുരിയിലെ ഉത്സവ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഹരിപ്രിയ പ്രൊഡക്ഷൻസിൻ്റെ ഭക്തി നിർഭരവും ആചാര അനുഷ്ഠാനങ്ങൾക്കും ക്ഷേത്രോത്സവങ്ങൾക്കും പ്രാധാന്യം നൽകി വീഡിയോ പകർപ്പായി സൂക്ഷിക്കുന്ന ഞങ്ങളുടെ സംരംഭത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് പാളയം ജംഗ്ഷനിൽ റോഡ് അരികിലായി സ്ഥിതി ചെയ്യുന്ന ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ശ്രീ ശക്തി വിനായക ക്ഷേത്രത്തിലെ പുതുതായി നിർമ്മിച്ച ഗോപുര സമർപ്പണം 2024 ഏപ്രിൽ 14 വിഷുദിനത്തിൽ നടക്കുകയുണ്ടായി. പ്രൗഢഗംഭീരമായ ഈ ഗോപുരം അതിമനോഹരമായ ശില്പഭംഗിയാർന്ന രീതിയിലാണ് അതിൻ്റെ നിർമ്മിതി. ഗോപുരത്തിൻ്റെ മുൻവശത്ത് നടുവിലായി മുംബൈയിൽ നിന്നും കൊണ്ടുവന്ന മനോഹരമായി നിർമ്മിച്ച വലിയ ഗണപതി ബിംബമാണ് അതിൻ്റെ പ്രധാന ആകർഷണീയത. ഗോപുരം നിർമ്മിച്ച് സമർപ്പിച്ചത് വ്യവസായ പ്രമുഖനായ ശ്രീ രാജശേഖരൻ അവർകളാണ്. അദ്ദേഹം സകുടുംബ സമേതമാണ് ചടങ്ങിൽ പങ്കെടുത്തത്. തദവസരത്തിൽ വിവിധ മത പുരോഹിതന്മാരും പ്രമുഖ വ്യക്തികളും പങ്കെടുക്കുകയുണ്ടായി. കൂടാതെ ഗോപുര നിർമ്മാണത്തിൻ്റെ ഭാഗധേയരായ എല്ലാവരെയും ആദരിക്കുകയുണ്ടായി. അതിമനോഹരമായ രീതിയിൽ നിർമ്മിച്ച ഈ ക്ഷേത്ര ഗോപുരം കാണുവാൻ എല്ലാ ഭക്തജനങ്ങളെയും പാളയം ശ്രീ ശക്തി വിനായക ക്ഷേത്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വീഡിയോ കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഇനി പുതിയൊരു ക്ഷേത്രവിശേഷവുമായി എത്തുന്നവരെ നന്ദി, നമസ്കാരം. ഹരിപ്രിയ പ്രൊഡക്ഷൻസിന് വേണ്ടി ഞാൻ ഹരിപ്രിയ രാജ്കുമാർ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഇവിടെ സംഗീതത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിലൊക്കെ വരുന്ന തടസ്സങ്ങളെല്ലാം ഇതോടൊപ്പം തീർത്ത് ഹൃദയത്തിൽ കുടികൊള്ളുന്നത് ഒരേ ചൈതന്യമാണ് എന്നുള്ള അവബോധം നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം, മാനവരാശിക്കുണ്ടാകണം. അതുപോലെ വിവിധ സാംസ്കാരിക ധാരകളെ പ്രതിനിധീകരിക്കുന്നവർ, അതുപോലെ ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ. പാളയം എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സൗഹാർദ്ദത്തിൻ്റെ ഒരു നേർചിത്രമാണ്. തലസ്ഥാന നഗരിക്ക് ഒരുപാട് സവിശേഷതകളുണ്ട്. വലിയൊരു സവിശേഷത എന്ന് പറയുന്നത് തലസ്ഥാന നഗരിയായതുകൊണ്ട് നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങൾ, സെക്രട്ടേറിയറ്റ് അടക്കമുള്ള സർക്കാർ സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നത് നമ്മുടെ തലസ്ഥാന നഗരിയിലാണ്. തലസ്ഥാന നഗരിയുടെ രണ്ടാമത്തെ ആകർഷണം എന്ന് പറയുന്നത് ഈ സൗഹാർദ്ദമാണ്. ഈ വിനായക ക്ഷേത്രവും പാളയം ജുമാ മസ്ജിദും ഈ രണ്ട് ആരാധനാലയങ്ങളോടും ദേവാലയങ്ങളോടും തോളോട് തോൾ ചേർന്ന് നിൽക്കുന്ന രണ്ട് ക്രൈസ്തവ ചർച്ചുകളും. അക്കാര്യത്തിൽ പ്രിയപ്പെട്ട രാജശേഖരൻ നായർ വഹിച്ച പങ്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയുന്നതല്ല. അദ്ദേഹം എന്നെ സമീപിക്കുന്നത് ഈ ഗോപുരത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റ് നിർമ്മാണത്തിൻ്റെയും പ്ലാനുമായിട്ടാണ്. അതിനു മുമ്പ് ഞങ്ങൾ ഇത് സംബന്ധിച്ചുള്ള യാതൊരു ചർച്ചയും നടത്തിയിട്ടുള്ളതല്ല. ഈ പ്ലാനുമായിട്ടാണ് അദ്ദേഹം എന്നെ സമീപിക്കുന്നത്. അത് ചീഫ് എഞ്ചിനീയറുമായി ബന്ധപ്പെട്ട് അതിനൊരു പരിശോധന നടത്തി എന്നതിനപ്പുറത്തേക്ക് വേറെ ഒരു നൂലാമാലകളും നോക്കാതെ, നടപടിക്രമങ്ങളും നോക്കാതെയാണ് ഇതിൻ്റെ അനുമതി കൊടുക്കാൻ ദേവസ്വം ബോർഡ് സന്നദ്ധമായത്. അങ്ങയെ പൂർത്തീകരിച്ച ശ്രീ രാജശേഖരൻ നായർക്കും കുടുംബത്തിനും അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾക്കും എല്ലാവിധ ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കാര്യങ്ങൾക്കും ഈശ്വരൻ നിശ്ചയിച്ചൊരു സമയമുണ്ട്. ബഹുമാനപ്പെട്ട സത്യാനന്ദ സ്വാമികളുടെ ഈ പരിപാടി ആരംഭിക്കുമ്പോൾ
ഞാൻ പറയുണ്ടായി ഇവിടെ ഏകദേശം 20-25 ലക്ഷം രൂപയാണ് അത് സമാഹരിച്ചിരുന്നത്. അന്ന് ദേവസ്വം അനുമതി കൊടുത്തിരുന്നില്ല. അന്ന് ഈ ഒരു പണി പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല. വലിയ ക്ഷീണമാണ്. ഇപ്പം സംസാരിക്കുക എന്ന് പറയുമ്പോൾ മെഡിസിൻ എടുത്തിട്ടാണ്. അപ്പോൾ ഇന്നലെ നേരത്തെ പോയി ഉറങ്ങിയതിൻ്റെ കാരണമാണ് ഇന്ന് ഈ സ്ട്രക്ചർ ഫുള്ളായിട്ട് അഴിച്ചു മാറ്റാൻ സാധിക്കാത്തത്. പക്ഷെ കൂടെ നിന്ന് പ്രവർത്തിച്ചാൽ യാഥാർത്ഥ്യമാവുന്നതാണ്. ഇവരുടെയൊക്കെ സന്തോഷവും ഇവരുടെയൊക്കെ പ്രോത്സാഹനം ഇവരൊക്കെ അവകാശപ്പെട്ട ഒരു ജീവിതമാണ് എൻ്റേത്. പക്ഷെ അതൊക്കെ ഞാൻ വേറെ രീതിയിലൊക്കെ കൂടെ ചെയ്യുവാൻ അവരെനിക്ക് തരുന്നതായിട്ടുള്ള സപ്പോർട്ടാണ്. പങ്കെടുത്ത അധ്യക്ഷൻ നമ്മുടെ പ്രിയങ്കരനായ